ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നേ ഒരു ബ്രെഡ് കൊണ്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാല്, പഞ്ചസാര, കസ്റ്റാർഡ് പൗഡർ, പിന്നെ ഒരു 8 പീസ് ബ്രെഡ്, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ് ഒന്നും ഞാൻ കട്ട് ചെയ്ത് കളയണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ 4 പീസാക്കിയിട്ട് ഒരു ബ്രെഡിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നമ്മളൊരു പാനിൽ നെയ്യും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടുള്ള പാനിലേക്ക് ഇത് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണിട്ട. അത് നല്ല ഹാർഡാക്കി എടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞാൽ മതി. ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പരമാവധി നമ്മളിത് ഓയിൽ കുറവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് പാനിൽ വെച്ചാൽ മതി. കൂടുതൽ ഒഴിക്കും തോറും ഇത് എണ്ണ കൂടുതൽ ബ്രെഡ് ഇത് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ അധികമാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും തടവിയിട്ട് നമ്മളൊന്ന് ബ്രെഡ് മൊരിയിച്ചെടുത്താൽ മതി കേട്ടോ. 2 സൈഡും കൂടി നമ്മൾ മൊരിയിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് 2 കപ്പ് പാലാണ് കേട്ടോ ആവശ്യമുള്ളത്. 2 കപ്പ് പാല് നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഒരു 1/4 കപ്പ് പാല് വേറെ നമ്മൾ മാറ്റിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. ചൂടായ പാലിലേക്ക് ഡയറക്റ്റായിട്ട് ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നോർമൽ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മുടെ പാല് തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് പാലും പഞ്ചസാരയും കൂടി ഒന്ന് തിളച്ച് വരണ സമയത്തേക്കാണ് നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഒരു 1/2 കപ്പ്, 1/2 കപ്പില്ല, ഒരു 1/4 കപ്പ് പാലിൽ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് നമ്മൾ ഈ തിളച്ച പാലിലേക്ക് ഒഴിച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കി നിൽക്കണം. കൈവിടാതെ നമ്മൾ ഇളക്കിയെടുക്കണം. ഇളക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ട കിട്ടും. അപ്പം നമ്മളതിങ്ങനെ ഇളക്കി സിമ്മിൽ ഇങ്ങനെ നമുക്ക് പാകത്തിനുള്ളൊരു തിക്നെസ് വരുമല്ലോ. ആ സമയത്തേക്ക് നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാനൊരു ട്രേയിൽ നമ്മുടെ ഈ പീസ് ആക്കിയ ബ്രെഡുകളുണ്ടല്ലോ, നമ്മൾ മുരിയിച്ചെടുത്ത ബ്രെഡുകൾ, അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ തിളപ്പിച്ച പാല്, കസ്റ്റാർഡ് മിക്സുള്ള പാലുണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് നട്ട്സ് ഇതിൻ്റെ മീതെ ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മളൊരു 2-3 മണിക്കൂർ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഇതെടുത്ത് കഴിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞ് എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. എല്ലാവരും ഈ പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം. മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും. മധുരം അത്ര താല്പര്യമില്ലാത്തവർക്ക് ഇത് വലിയ ഇഷ്ടാവില്ല. അപ്പോൾ എല്ലാവരും മധുരപ്രിയർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.